സിദ്ദിഖിന് കുരുക്ക് മുറുകി. ഇതുവരെ സിനിമ നടികളെ പീഡിപ്പിച്ച കേസുകളിൽ ഏറ്റവും കൂടുതൽ എവിഡൻസ് വന്നുകൊണ്ടിരിക്കുന്നത് സിദ്ദിഖിന്റെ കേസിലാണ്. സിദ്ദിഖ് പ്രീപ്ലാൻഡ് ആയിട്ടാണ് ഇവരെ വശീകരിച്ചതെന്നാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത്. സുഖമായിരിക്കട്ടെ എന്ന ഒരു സിനിമയുടെ പ്രിവ്യൂ കലാഭവൻ തിയേറ്ററിൽ 2016 അന്ന് ഈ നടിയെ ആ പ്രിവ്യൂവിന് ക്ഷണിച്ചു. അത് കാണണം, അതിനുശേഷം നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ തരാം, അടുത്ത എൻ്റെ സിനിമയിൽ നായിക നിങ്ങൾ തന്നെയാണ് എന്നാണ് ആ നടിയുടെ അടുത്ത് പറഞ്ഞത്. അവരത് വിശ്വസിച്ചു. ഇദ്ദേഹം സിനിമയിലെ ഉന്നത രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്, ധാരാളം സിനിമയുള്ള ആളാണ്, പല സിനിമയുടെയും പ്രൊഡ്യൂസറാണ്. ആ നടി അത് വിശ്വസിച്ചു, തിരുവനന്തപുരത്ത് വന്നു, ഇവിടെ കലാഭവനിലെ അതിൻ്റെ പ്രിവ്യൂ കണ്ടു. അതിനുശേഷം അടുത്ത സിനിമയിലെ നായികയായിട്ട് ഉള്ള ഡിസ്കഷൻ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് നടത്തുകയാണ്. അങ്ങോട്ട് വരാൻ പറഞ്ഞു. മസ്കറ്റ് ഹോട്ടലിലെ ഇപ്പം പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷനിലെ സിദ്ദിഖിൻ്റെ പേര് തന്നെ മുറിയെടുത്തിട്ടുണ്ട്. 2016 താഴത്തെ നിലയിലാണ് ആ മുറി എടുത്തിരിക്കുന്നത്. ആ മസ്കറ്റ് ഹോട്ടലിൽ ഈ സിനിമാ നടി എത്തി. അദ്ദേഹത്തിൻ്റെ മുറി പോകണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ രജിസ്റ്ററിൽ വിസിറ്ററുടെ പേരെഴുതണം. അങ്ങനെ നടിയുടെ പേര് അവിടെ എഴുതി. ആ വിസിറ്ററുടെ കോളം ബില്ലപ്പ് ചെയ്ത് കൊടുത്തു. ആ മുറി പോയി. 2016 ആണ് ഈ സംഭവം. ജനുവരി 28 ആണ് ഈ സംഭവം എന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. അതേ ദിവസം തന്നെയാണ് സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ റിവ്യൂ. അത് കോയിൻസൈഡായി, അത് കൃത്യമായ തെളിവായി. ആ നടി പറഞ്ഞ ആ മൊഴിക്ക് ബലം കൂടി. അതെല്ലാം സത്യമാണ്, വള്ളിപുള്ളി ഇല്ല, വ്യത്യാസമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞത് കൊടുത്ത മൊഴി സത്യമാണെന്ന് സാഹചര്യ തെളിവ് കൊണ്ടും എവിഡൻസറി വാല്യൂ കൊണ്ടും ഡോക്യുമെന്ററി എവിഡൻസും കൊണ്ട് പ്രൂവ്ഡായി. അന്നേ ദിവസം കലാഭവൻ തിയേറ്ററിൽ അതിൻ്റെ പ്രിവ്യൂ ഉണ്ടായിരുന്നെന്ന് അവിടുന്ന് പോലീസിന് അതിൻ്റെ റെക്കോർഡുകൾ ലഭിച്ചു. ആ ദിവസം തന്നെയാണ് മസ്കറ്റ് ഹോട്ടലിലെ ആ എൻട്രിയും വന്നിരിക്കുന്നത്. അവിടെ സിദ്ദിഖിൻ്റെ മുറിയിലേക്കുള്ള പ്രവേശനത്തിന് അവരുടെ വിസിറ്ററുടെ പേരെഴുതി കൊടുത്തിട്ടുണ്ട്, ഒപ്പിട്ടിട്ടുണ്ട്, ഈ നടിയുടെ പേര് എഴുതിയിട്ടുണ്ട്. അന്നത്തെ ജീവനക്കാരെ പലരും ഇന്നില്ല. അവര് ഈ നടിയെ കണ്ട് ഇനി തിരിച്ചറിയണം. ഏതായാലും അവരുടെ മൊഴി അവരെ ഭീകരമായി അവരെ റേപ്പ് ചെയ്തു, ബലാത്സംഗം ചെയ്തു. അതിക്രൂരമായിട്ടുള്ളൊരു ബലാത്സംഗമായിരുന്നു പിന്നീട് നടന്നത് അവിടെ. അത് അവർ വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. അവരുടെ ആ മൊഴി, പോലീസിൽ കൊടുത്ത മൊഴിക്ക് പുറമെ കോടതിയിലെ അവരുടെ മൊഴി കൊടുക്കുകയാണ്. അടുത്ത ദിവസം ഒന്നുകൂടെ കുരുക്ക് മുറുകയാണ്. കോടതിയിലെ ഈ നടിയുടെ മൊഴി കൊടുക്കുന്നതിന് മുമ്പ് അവർ സത്യപ്രതിജ്ഞ ചെയ്യും. സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ് കോടതി മൊഴി കൊടുക്കുന്നത്. അതിന് വലിയ വിലയുണ്ട്. ആ മൊഴിയിലെ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞ ആ മൊഴി അതേ രൂപത്തിൽ തന്നെ അവിടെയും പറയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുരുക്ക് മുറുകി. ഇതിനകത്ത് ഇനി സിദ്ദിഖിന് മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഏത് പ്രഗത്ഭനായ വക്കീൽ വന്നാലും ശരി, പോലീസ് അറസ്റ്റ് ചെയ്യും, അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യും. ഒരു ദിവസം പ്രതിയെ 24 മണിക്കൂർ കസ്റ്റഡി വെച്ച ശേഷം കോടതിയിൽ ഹാജരാക്കും. കോടതിയിൽ നിന്ന് കസ്റ്റഡി വാങ്ങും. കസ്റ്റഡി വാങ്ങുന്നതിന് 2 ദിവസം 3 ദിവസം മുമ്പ് നടൻ റിമാൻഡിൽ പോവും. അതിനുശേഷം കോടതിയിൽ നിന്ന് അപേക്ഷ പ്രകാരം 5 or 6 ദിവസം കസ്റ്റഡി ആവശ്യപ്പെടും. 3 ദിവസം 4 ദിവസം കസ്റ്റഡി കൊടുക്കും. കോടതിയിലെ പ്രതിയുമായിട്ട് വന്ന് കലാഭവനിലെ അവിടെ വരണം. അതോടൊപ്പം തന്നെ മസ്കറ്റ് ഹോട്ടലിൽ വരണം. അവിടെ വന്ന് താമസമുറി പ്രതി ചൂണ്ടിക്കാണിക്കണം. അവിടുത്തെ അന്നത്തെ ബില്ലുകൾ, അന്നത്തെ സ്റ്റാഫുകൾ,
അവരെയൊക്കെ കണ്ട് പോലീസിന് ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. ചിലപ്പോൾ ഒരു ഐഡന്റിഫൈ മലയാള സിനിമയിലെ ഏറ്റവും മുന്തിയ നടന്മാരിൽ ഒരാളായതുകൊണ്ട് ഐഡന്റിഫിക്കേഷൻ പരേഡിൽ പ്രസക്തിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും നടി ആക്രമിക്കപ്പെട്ടതിന് തെളിവുകൾ മറ്റു കേസ് പോലെയല്ല. ഇപ്പം വരുന്ന തെളിവുകൾ അനുസരിച്ച് ശിക്ഷ വാങ്ങാം. അത് ചിലപ്പം 10 വർഷം മിനിമം, അല്ലെങ്കിൽ ജീവപര്യന്തം തടവ്. അതിലേക്ക് പോകും കാര്യങ്ങൾ. ഇനി മറ്റു മാർഗങ്ങളൊന്നുമില്ല സിദ്ദിഖിന്. മുൻകൂർ ജാമ്യത്തിനൊന്നും യാതൊരു സ്കോപ്പും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല. റേപ്പാണ് 376 IPC പ്രകാരം, 76(1). അത് ജീവപര്യന്ത തടവിലേക്ക് തന്നെയാണ് പോകുന്നത് കാര്യങ്ങൾ. പിന്നെ അദ്ദേഹത്തിന്റെ ഭാഗം മറ്റേതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്നറിയില്ല. അന്നത്തെ അവരുടെ യാത്ര, എറണാകുളത്ത് നിന്ന് അവർ വന്നതിപ്പം അതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കും. ഇവിടെ വന്ന ശേഷം തിയേറ്ററിൽ അവരിരുന്ന സീറ്റ് കാണിച്ചു കൊടുക്കണം. രണ്ടുപേരും ഒന്നിച്ചാണോ തിയേറ്ററിൽ ഒരേ സീറ്റിലാണോ ഇരുന്നത്, ഒരേ സീറ്റിന്റെ അടുത്തടുത്ത സീറ്റിലാണോ, അവിടുന്ന് എങ്ങനെയാണ് ഇവർ മസ്കറ്റിൽ വന്നത്, അയാളുടെ കാറിലാണോ, രണ്ടുപേരും ഒന്നിച്ചാണോ ആയിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അദ്ദേഹം നേരത്തെ പോയി മുറി എടുത്തിട്ടുണ്ട്. ആ മുറിയിൽ തന്നെ അദ്ദേഹം നേരത്തെ ചെന്നിട്ടുണ്ടാവും. ഇവർ വിസിറ്റർ എന്ന രീതിയിൽ വന്നിട്ടുണ്ടാവും. ഏതായാലും DIG അജിത ബീഗവും പൂങ്കുഴലി SP കൂടെയാണ് ആ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇത് ആ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഒരു അന്വേഷണ ടീമിനെ SITയെ ഏൽപ്പിക്കും, ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കും. ക്രൈംബ്രാഞ്ച് എനിക്ക് തോന്നുന്നത് വളരെ ഫാസ്റ്റായിട്ട് ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോയാൽ 30-40 ദിവസത്തിനകം കുറ്റച്ചാർജ് കൊടുക്കാനുള്ളതേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ കേസ് ജാമ്യം കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ട്, അതിനു മുമ്പ് ട്രയൽ തുടങ്ങാം. ഇത് 376 ആണ്, അതുകൊണ്ട് റേപ്പാണ്. അതുകൊണ്ട് കേസ് വലിച്ചു നീട്ടാനായിട്ട് സാധിക്കില്ല. പെട്ടെന്ന് ട്രയൽ നടക്കാനാണ് സാധ്യത. പക്ഷെ നല്ല സാമ്പത്തികമുള്ള ഒരു പ്രതി ആയതുകൊണ്ട് പല രീതിയിലുള്ള നിയമപ്രശ്നങ്ങൾ ഉയർത്തി ദിലീപിന്റെ കേസിനെ പോലെ വലിച്ചു നീട്ടാനായിട്ട് ശ്രമിക്കും എന്നെനിക്ക് തോന്നുന്നു. ഏതായാലും വളരെ ഫാസ്റ്റായിട്ട് കേരളത്തിൽ ഈ നില ട്രയൽ നടക്കും. അതുപോലെ ധാരാളം നടന്മാർ വരുന്നുണ്ട് പിന്നാലെ. ചിലർ ഒളിവിപ്പോയ നടന്മാർക്കെതിരായിട്ടും ഇപ്പോൾ വരുന്നുണ്ട് പല കാര്യങ്ങളും. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ കേരളത്തിലെ നടന്മാർക്ക് എല്ലാവർക്കും കൂടെ 10, 60, 70 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. കാരണം 17 പേരോളം ഇപ്പം രംഗത്ത് വന്നിരിക്കുന്നു മൊഴി കൊടുക്കാൻ. അതിനി കൂടുകയുള്ളൂ. ധൈര്യം സംഭവിച്ച മഹാനടന്മാർക്കെതിരായിട്ടും കേസുകൾ വരും എന്നാണ് ഞാൻ കരുതുന്നത്. അത് കണക്കാക്കിയിട്ടാണ് അവരെല്ലാം പിന്മാറിയത്, നാട് വിട്ട് ഒളിച്ചോടിപ്പോയതെന്ന് ഞാൻ കരുതുന്നു. ഏതായാലും അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാം.